അവിടെ നിന്ന് ആന കയറത്തില്ല, അവിടെ കുഴി. മേളിൽ നിന്ന് ഇറങ്ങി വരും. മേളിൽ നിന്ന് ഇറങ്ങി വരും. ലോകത്തിലെ ആദ്യത്തെ എക്യൂമെനിക്കൽ ചർച്ചായിരുന്നു. അടച്ചിട്ടേക്കുവാ പള്ളിക്കകം. കണ്ടോ? ഫോണിൻ്റെ അകത്തോട് നോക്കപ്പാ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളാണെങ്കിൽ സീതത്തോട് ആങ്ങുമൊഴിയൊക്കെ വന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ വീടുകളിൽ കയറിയിട്ട് ഞങ്ങൾ നിലയ്ക്കൽ പള്ളിയുടെ അവിടെ വന്നിട്ടുണ്ടേ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചയൊക്കെ നമുക്ക് കാണാം. ചീവീടല്ല, അപ്പായും അച്ചാച്ചനും അവിടെ നിൽപ്പുണ്ട്. ഞാനും അമ്മയും നടന്ന് കയറുക. രണ്ട് സൈഡിലും വനമാണ്. അതിൻ്റെ ഇടയിൽ കൂടാണ് നമ്മളിങ്ങനെ വരേണ്ടത്. നല്ല യാത്രയോ? രാത്രി സമയത്തൊന്നും ഇതുവഴി വരാൻ പറ്റത്തില്ല. രാത്രിയല്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതുവഴി വരാൻ പറ്റത്തില്ല. 5 മണിക്ക് മുമ്പ് ഇറങ്ങി പൊക്കോണം. ആനയൊക്കെ വരുന്ന കയറി വരുന്നിടത്തൊരു കുരിശൊക്കെ ഉണ്ട്. സ്ഥാപിച്ചതിൽ അരപ്പള്ളി ഇവിടെ 7 പള്ളിയല്ലേ? പള്ളി ഇതാണ്. കുരിശ് കുരിശടിയാതുണ്ട്. നമ്മൾ മേളിലോട്ടൊന്നും കയറണ്ട, ഇവിടോട്ട് കയറാം. വാ വാ. മാങ്ങ ഉണ്ടോ അമ്മേ? എല്ലാ ഞായറും ഇല്ല. ലോകത്തിലെ ആദ്യത്തെ എക്യൂമെനിക്കൽ ചർച്ചായിരുന്നു. ആന കുത്തി മാവില്. വലിയൊരു പള്ളിയാ, പക്ഷെ ആരുമില്ല. കയറി വരുമ്പോൾ ഒരു കുരിശ് കാണാം. ആന കയറാതിരിക്കാനെന്തോന്നു ഇവിടെ വലിയ കത്ത്. പെട്ടെന്ന് കയറരുത്. അവിടെ നിന്ന് ആന കയറത്തില്ല, അവിടെ കുഴി. മേളിൽ നിന്ന് ഇറങ്ങി വരും. ഞങ്ങൾക്ക് പിന്നെ പേടിയില്ലാത്തതും കുഴപ്പമില്ല. അമ്മ ഇതേണ്ടപ്പോൾ ഇതിൻ്റെ അകത്തൊന്ന് കാണാം. അമ്മ ഇതിൻ്റെ അകത്ത് കാണാം. ക്രിസ്തുവിൻ്റെ ശിഷ്യനായ മർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച 7 പള്ളികളിലൊന്നാണ് നിലയ്ക്കൽ പള്ളി. 1984 കേരള ഗവൺമെൻറ്റും കേരളത്തിലെ ക്രൈസ്തവ സഭകളോട് ചേർന്ന് സ്ഥാപിച്ച എക്യുമെനിക്കൽ സെൻ്ററാണ് ഇത്. ഉൾവനത്തിലാണ് ഈ പള്ളി സ്ഥാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ എപ്പിസ്കോപ്പൻ സഭകൾക്കും തുല്യ അവകാശമാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ റിട്രീറ്റ് സെൻ്ററും ദേവാലയവും കാണാൻ വേണ്ടി അനേകം പേർ ഇവിടെ വരാറുണ്ട്. 1984 സ്ഥാപിച്ച ഈ പള്ളി കാലപ്പഴക്കത്തിൽ ജീർണാവസ്ഥയിലായപ്പോൾ പുതുക്കിപ്പണിത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പള്ളി പുതിയ പള്ളിയാണ്. അതോടൊപ്പം തന്നെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ ക്യാമ്പിന് വരാറുണ്ട്. ഈ പള്ളിയുടെ അവിടെ നിന്ന് 300 മീറ്റർ മേളിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് പഴയ കുരിശ് കാണാൻ പറ്റും. ആ കുരിശിൻ്റെ അവിടെ നിന്ന് താഴ്ഭാഗത്താണ് ഈ പള്ളിയും റിട്രീറ്റ് സെൻ്ററും ഉള്ളത്. വളരെ ഭംഗിയാണ് ഈ പള്ളിയും പരിസരവും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആനകളുടെയും മറ്റ് കാട്ടുമൃഗങ്ങളുടെയും സജീവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് പള്ളിയുടെ അവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ഞങ്ങൾ ലാഹ വഴിയാണ് പോകുന്നത്. പനിനീർ ചാമ്പയ്ക്കല്ലേ? അമ്മ ഇത് ഈറയാണോ അമ്മ? ഈ ഈറ വെട്ടിയാണ് നീ ഇതുണ്ടാക്കിയത്. നമ്മുടെ കൂടി
പോകുന്ന നമ്മളെ ലാഹ ചെന്ന് കയറും അപ്പം ഇതോ തലപ്പാറ മലക്കോട്ട. ഇവിടെ താക്കുന്നത് ആണല്ലേ പോകുന്നത്. ഇവിടുന്ന് പിന്നെ ഇങ്ങനെ വനം കഴിവ് പിന്നെ വനത്തിൽ കൂടെ കയറുമ്പോൾ ആണോ? റോഡല്ല റോഡേ കൂടെ അല്ല, ഇവിടെ വരുന്ന റോഡേ അല്ല, പിന്നെ വനത്തിൽ കൂടെ കണ്ട കയറി. മേളിലും ഉണ്ട് കേട്ടോ, മേളിലും ഉണ്ട്. വലിയ പാട്ടത്തിനായിരുന്നു തട്ട് 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 പോലും അല്ലേ.